കേൾക്കുന്ന അറിവ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് നമ്മൾ ആ വചനം പോലെ ആയിത്തീരുന്നത്. കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും. 23-ാം വാക്യത്തിൽ പറഞ്ഞു, 14 യോഹന്നാൻ 14:23, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇത്ര വലിയ ഒരു ഓഫർ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇതിൽ പരം ഒന്ന് തരാൻ ദൈവത്തിനില്ല എന്നാണ്. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം വചനമനുസരിക്കുന്നവൻ്റെ കൂടെ ഇറങ്ങി വന്ന് വാസം ചെയ്യും. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കുമോ? നമ്മൾ ക്ലാസ്സാണ്, പ്രസംഗമൊന്നുമല്ല, ചർച്ചയാണ്, പരസ്പരം പങ്കുവയ്ക്കലുണ്ട്, ഒരു സംവാദം പോലെ ഇടയ്ക്കൊക്കെ. അത് സാധ്യമായിരിക്കുമോ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം നമ്മുടെ കൂടെ വസിക്കുമെന്ന് ആരാ പറഞ്ഞത്? യേശു. അത് പോസിബിളായിട്ടുള്ള ഒരു കാര്യമായിരിക്കുമോ? ആയിരിക്കും എന്നാ പറയും, അല്ലേ? ആയിരിക്കുമോ? ആകണ്ടേ? കർത്താവ് പറഞ്ഞു ചെയ്യാം. ഇപ്പൊ പിന്നെ സംഭവിക്കണ്ടേ? മറുപടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രസംഗം കേൾക്കാതിരിക്കുകയല്ല, ചോദ്യോത്തരങ്ങളുണ്ടാകും. നമുക്ക് വേണ്ടേ ദൈവത്തെ അവിടുത്തെ വലിപ്പത്തിൽ നമ്മളോട് കൂടെ വസിക്കുന്ന ഒരനുഭവം. അറിവിന് വേണ്ടിയാണെങ്കിൽ അറിവ് മാത്രമായിട്ട് ഇത് അവസാനിക്കും. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടിയാണെങ്കിൽ ചേഞ്ചസ് ഉണ്ടാകും, പരിവർത്തനങ്ങൾ ഉണ്ടാകും. അതുണ്ടാകണം. അതിനായി ഇത് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ വേദപുസ്തക പഠനത്തിൻ്റെ ഇമ്പോർട്ടൻസ് കർത്താവ് പറഞ്ഞു പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പഠിപ്പിച്ച് ശിഷ്യരാക്കുക. ഈ ബൈബിൾ സ്റ്റഡി കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം പഠിച്ച് ഉറപ്പിച്ച് യേശുവിൻ്റെ പിന്നാലെ നടക്കാനിടയാണ്. വിശ്വാസ വിഷയത്തിൽ ഉറപ്പുള്ള പിള്ളേ. ഇത് രാത്രിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. സാധാരണ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുന്നിടത്തെല്ലാം ഞാൻ ആരംഭിക്കുന്നൊരു പഠനം എന്ന് പറയുന്നത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ് പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി ക്ലാസ് പോലെ. ഇന്ന് രാത്രിയിൽ അതൊന്ന് ചർച്ച ചെയ്തിട്ട് അടുത്ത ക്ലാസ് മുതൽ കർത്താവിൻ്റെ കർത്താവിൻ്റെ സഭയെക്കുറിച്ചുള്ള വിശദമായ ഉപദേശങ്ങൾ, പാഠങ്ങൾ, പഠിപ്പിക്കലുകൾ, കർത്താവിൻ്റെ പ്രസ്താവന മുതൽ അപ്പോസ്തോലിക എഴുത്തുകളിൽ തുടങ്ങി മുൻപോട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും പരിശോധിച്ച് 27 പുസ്തകങ്ങളിൽ കൂടെ കയറി ഇറങ്ങി നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് പഠിക്കണം. അത് പഠിപ്പിക്കാൻ ഞാൻ പ്രേരിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കുറച്ച് നാളുകളായി ഉള്ള അനുഭവം വെച്ച് നോക്കും. സഭയല്ലാതെയാണ് പോകുന്നത്. വൈകല്യങ്ങൾ കയറി പറ്റി.
അതുകൊണ്ടാണ് സഭ ഒരു പ്രധാനപ്പെട്ട പഠന വിഷയമായിട്ടെടുത്ത് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഉപദേശങ്ങളും അതിൽ നമുക്ക് വിലയിരുത്താനും പഠിക്കാനും ഞങ്ങൾക്ക് ചോദിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. തർക്കിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. തർക്കം സഭയ്ക്കില്ലെന്നാണ് അതല്ലേ? ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ ബാക്കി ഉറക്കെ പറ. ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള ഒരു മനോഭാവം സഭയ്ക്കില്ല, അല്ലേ? അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിലൂടെ വിശ്വാസികളോട് പറയാം, നമുക്ക് തർക്കമില്ല, പക്ഷെ ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്, കണ്ടെത്തലുകളുണ്ട്. അതൊക്കെ ഇവിടെ നടക്കും. ഒരു കാര്യത്തിൽ നമ്മൾ തർക്കിക്കത്തില്ല. തിരുവെഴുത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പരമാവധി വ്യക്തതയോടുകൂടെ നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. കർത്താവ് ഇന്ന് രാത്രി അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമ്മുടെ ചർച്ചയ്ക്കായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ് എടുക്കുന്നത്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും ഒരുപോലെ പങ്കുവച്ചിട്ടുള്ള ഒരു ഉപമയാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമ. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം ഉപമകളില്ല. പകരം അവിടെ ചില സത്യങ്ങൾ ബോധിപ്പിക്കാൻ ചില ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ് കർത്താവ് എടുക്കുന്നത്. നിത്യജീവിതത്തിലെ ചില കാര്യങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അതുമായിട്ട് കർത്താവ് താരതമ്യം. വെളിച്ചത്തെ ഞാൻ വെളിച്ചമാകുന്നു, ഉപമയല്ലത്. അപ്പം അങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണും. ഞാൻ വാതിലാകുന്നു, മുന്തിരിവള്ളി, ഇങ്ങനെയൊക്കെയുള്ള, അതിനെ ഉപമ എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെ കർത്താവ് അതിനോട് സാദൃശ്യപ്പെടുത്തി യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കാം. എന്നാൽ ആദ്യത്തെ 3 സുവിശേഷങ്ങൾ അതിനെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാണ് പറയുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളും കാര്യങ്ങളെ തുല്യമായി വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നാണ് പറയുന്നത്. സിനോപ്റ്റിക് ഗോസ്പൽസ്. സിനോപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപോലെ കാണുന്നത്, ഒരേ വീക്ഷണ കോണിൽ നിന്ന് കാണുന്ന എന്നുള്ള അർത്ഥമാണ് അവിടെയുള്ളത്. മത്തായി സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പുതിയ തലം
തുറക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക്, സ്വന്തം ജനത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന ഒരു ചിത്രം തൊട്ട് മുമ്പുള്ള 12 അധ്യായങ്ങളിലും നമുക്ക് കാണാം. യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറെടുക്കാത്ത, യേശുവിനെ അവിടുത്തെ അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലും അവിടുന്ന് പങ്കുവച്ച സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇസ്രായേലിന്, യഹൂദ ജാതിക്ക് കഴിഞ്ഞില്ല. ആ ഒരു ചിത്രം ആദ്യത്തെ 12 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 46-ാം വാക്യത്തിൽ യേശു ഇരുന്നിടത്ത് യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും എല്ലാം കൂടെ വന്നിട്ടോ അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്ത് നിന്നു എന്നാണ് പറയുന്നത്. ഒരാൾ വന്ന് യേശുവിനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത്? യേശു എന്ത് ചെയ്യണം? ഒന്നുകിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം, അല്ലെങ്കിൽ അവരിങ്ങോട്ട് കയറി വരാൻ പറയണം. ഇത് രണ്ടും പറയുന്നില്ല. പകരം എന്താ ചെയ്തേ? 48-ാം വാക്യം വായിച്ചേ. അത് പറഞ്ഞവനോട് അവൻ, എൻ്റെ അമ്മ ആർ, എൻ്റെ സഹോദരന്മാർ ആരെന്ന് ചോദിച്ചു. എന്നിട്ട് എന്താ മറുപടി എന്ന് കർത്താവിന് കൊടുക്കുന്നത്? എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും ഇതാ. എന്താ അവിടെ സംഭവിച്ചത്? സ്വാഭാവികമായിട്ടുള്ള ഇസ്രായേൽ, യഹൂദൻ എന്നൊക്കെയുള്ള ആ പരിഗണന അവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. ഗൗരവമായ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിൽ കയറുന്നത്. നമുക്കതിലേക്ക്, നമ്മൾ ഭൂമിയിലേക്ക് വരാൻ പോവാം. എൻ്റെ അമ്മ, എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നവർ ഈ നിൽക്കുന്നവരാ. അപ്പോൾ വാതിൽക്കൽ വന്ന് നിന്ന ഈ അമ്മയോ അവൻ്റെ സഹോദരന്മാരോ അല്ല എന്ന് തന്നെയല്ലേ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത്? അല്ല. എന്നാ അവിടെ സംഭവിച്ചത്? മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നല്ലേ നമ്മൾ കാണുന്നത്? രാജാവ് അവരുടെ അടുക്കലേക്ക് വന്നെങ്കിലും രാജാവിനെ തിരസ്കരിക്കുന്ന ഒരു ചിത്രമാണ് ഈ 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? അതുവരെ അവർക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാതിരുന്ന പുതിയൊരു സംവിധാനത്തിൻ്റെ ഓപ്പണിംഗ് ആണ് കർത്താവ് അവിടെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ കർത്താവ് ഈ ഉപമയോടുള്ള ബന്ധത്തിൽ അവരോട് സംസാരിക്കുന്ന ഒരു വാക്യം കൂടി എടുത്താൽ നമുക്കത് മനസ്സിലാകും. 10-ാം വാക്യം ഒന്ന് വായിച്ചേ. ശിഷ്യന്മാർ വന്ന് ചോദിക്കുക, നീ ജനത്തോട് ഉപമകളായി സംസാരിക്കുന്ന എന്താണ്?
സ്പഷ്ടമായിട്ട് ഉപമകളില്ലാതെ വ്യക്തമായി പറഞ്ഞുകൂടെ എന്നാ ശിഷ്യന്മാർ ചോദിച്ചു. യേശുവിന്റെ മറുപടി ആ ആ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അടുത്തത് അവർക്കും ലഭിച്ചില്ല. ഇതാ കാര്യം. വാസ്തവത്തിൽ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ ഒരു സംവിധാനം അത് ഇസ്രായേലിന് വ്യക്തമാക്കി കൊടുക്കാനാണ് യേശു വന്ന പ്രഭാഷണം. അങ്ങനെ തുടങ്ങുന്നത്. കർത്താവായ യേശു ആണെങ്കിലും സ്നാപക യോഹന്നാനാണെങ്കിലും അവരൊക്കെ ആദ്യം പ്രസംഗിച്ചത് എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട്. സ്വർഗരാജ്യം വന്നെന്നല്ല, സ്വർഗരാജ്യം അടുക്കൽ വരാറായി. സ്വർഗരാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു 5 ഘട്ടം അതിനുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതല്ല നമ്മുടെ ചർച്ചയ്ക്കെങ്കിലും ഈ ഉപമ നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പോഴത് പഠിക്കാൻ ആവശ്യമാണ്. ദാനിയേലിന്റെ പ്രവചനത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പഴയ പ്രസ്താവന നമുക്ക് കാണാൻ കഴിയും. ആ വാക്യം ഒന്ന് വായിച്ചു മുമ്പോട്ട് പോവാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 47 ഒന്ന് വായിച്ചു. ദാനിയേൽ 2:47. ഓർക്കെ 44. ഈ രാജകുമാരന്റെ കാലത്ത് സ്വർഗ്ഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കും. പഴയ നിയമത്തിലെ ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് നമ്മളവിടെ കാണുന്നത്. ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരു കാലത്തും നശിച്ചു പോകാത്ത ബാക്കി സ്ഥാപിക്കും. അടുത്തത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിക്ലറേഷൻ പഴയ നിയമത്തിൽ നടത്തി. അത് ആവർത്തിക്കുന്നുണ്ട്. പിന്നെയും ഇരമ്യാവിൻ്റെ പ്രവചനം വായിക്കണ്ട, 23:5-6 നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി പറയുക. അതുപോലെ ദാനിയേൽ 7:13, 14 ഈ വാക്യങ്ങളിലെല്ലാം അതിൻ്റെ രേഖകളുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം. എന്നാൽ പിന്നീട് നമ്മളത് കാണുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ വരവോടെ ക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചാരംഭിക്കുന്നത് അങ്ങനെയല്ലേ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോഴും വന്നെന്ന് പറഞ്ഞാൽ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. ആ പ്രഭാഷണം, യേശുവിൻ്റെ വാക്കുകൾ ശരിയായി പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തോടായിരുന്നു. അവരത് മുഖവിലേക്ക് എടുത്തില്ല. പകരം നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാൽ ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദാ, ശിമോൻ എന്നിവരല്ലേ, ഇവൻ്റെ സഹോദരിമാർ നമ്മളോട് കൂടെ ഇല്ലേ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എൻ്റെ കൂടെയാണോ? ഇസ്രായേലിന് യേശുവിനെ അല്ലെങ്കിൽ യേശു അവതരിപ്പിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് കയറാൻ കഴിയാതെയായി. അങ്ങനെ വന്നപ്പോൾ ഈ അധ്യായം നമ്മൾ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ്, അതാ നമ്മൾ ആ വായിച്ചത് 12 അവസാനത്തിൽ, ഏതാണ്ട് ആ ബന്ധം യഹൂദജാതി ഇസ്രായേൽ എന്നുള്ള ആ പരിഗണനയ്ക്ക് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായി, അങ്ങനെ പറയാം ആവശ്യം, താൽക്കാലികമായിട്ടാണെങ്കിലും അവരോട് ഇടപെടാനായിട്ട് ദൈവം ഒരവസരോടെ ബാക്കി വെച്ചില്ല. ഇപ്പോൾ അത് ഫ്യൂച്ചറിലേക്ക് വെച്ചിരിക്കുക. എന്നിട്ട് മറ്റൊരിടത്തേക്ക് മാറി. അത് അവർക്ക് മനസ്സിലാകാതിരുന്നതും ദൈവജ്ഞാനത്തിൻ്റെ ഒരു അവതരണവുമായ
സ്വർഗരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം അതിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ കർത്താവ് സംസാരിക്കാൻ തുടങ്ങാം. എന്താ സംസാരിച്ചത്? അവർക്ക് ഈ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കഴിയില്ല, എന്നാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ വരം ലഭിച്ചിരിക്കുന്നു. അവർക്കെന്നോട് പറയുന്നത് ആരാണെന്നറിയാവോ? യഹൂദൻ, ഇസ്രായേൽ. തിരിച്ചുകൊണ്ട് മാറി നിങ്ങൾ കർത്താവ് സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിലെ പ്രജകളായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആളുകളായി 12 ശിഷ്യന്മാരോടുകൂടെ കഥ ആരംഭിക്കുക. അത് അങ്ങോട്ട് തുടങ്ങി എപ്പോൾ തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദൈവരാജ്യത്തിൻ്റെ കാലഘട്ടം കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നത് വരെയാണ്. അതിനുശേഷം വീണ്ടും ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ ഭൂമിയിൽ വെളിപ്പെടുന്നത് സഹസ്രാബ്ദത്തിലാണ്. 1000 വർഷം ദൈവരാജ്യം, സ്വർഗരാജ്യം എൻ്റെ ഫുൾ സെൻസിൽ കൊണ്ട് വരും. തീർന്നില്ല. അതിനുശേഷം നിത്യരാജ്യത്വം നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഇങ്ങനെ 5 ഘട്ടങ്ങളായിട്ടാണ് ദൈവരാജ്യത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് നമ്മൾ കാണുന്നത്. ഭാഗികമായി വന്നിട്ട് അൾട്ടിമേറ്റ്ലി ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇവിടെ അതോടുള്ള ബന്ധത്തിൽ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാനായിട്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. നമ്മൾ ആ പാഠത്തിലേക്കാണ് വരുന്നത്. ഇത് നമ്മുടെ മനസ്സുകളെ കർത്താവിൻ്റെ വചനത്തിനായിട്ടൊന്ന് ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഭാഗം ഞാൻ ചർച്ച ചെയ്യുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നു, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. നമുക്കതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. എന്താ വിതയ്ക്കുന്നത്? വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. എന്തായിരിക്കും ആ വിതക്കാരൻ വിതയ്ക്കുന്നത്? ലൂക്കോസ് 8:11 നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് പോവുകയാണേ. ലൂക്കോസ് 8:11 വായിച്ച്. വിത്ത് ദൈവവചനം. ഞാനത് വിശദീകരിക്കുന്നതിന് മുൻപ് ഈ 3 സുവിശേഷങ്ങളിലുമുള്ള ഈ വിതയ്ക്കുന്നവർ ഉപമയുടെ റെഫറൻസ് നിങ്ങൾക്കൊന്ന് പറയാം. നിങ്ങൾക്കൊരു താരതമ്യ പഠനത്തിനാണ്. നമ്മൾ ആദ്യം വായിച്ചത് മത്തായി 13:1 മുതൽ 23 വരെയുള്ള ഭാഗമാണ്. രണ്ടാമത്തത് മർക്കോസിൻ്റെ സുവിശേഷം 4:2 മുതൽ 20 വരെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 8:4 മുതൽ 15 വരെ. അപ്പം ഇത് തമ്മിൽ നമുക്ക് കോർത്തിണക്കി വേണം പഠിക്കാനെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് പൂർണ്ണമാകത്തുള്ളൂ. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പം അവൻ്റെ കയ്യിൽ എന്തുണ്ട്? വിതയ്ക്കുന്നവൻ്റെ കയ്യിൽ എന്തുണ്ട്? പറ. വിത്തുണ്ട്. വിത്ത് എന്തിനുള്ളതാ? പറ. വിതയ്ക്കാനുള്ളതാ. വിത്ത് എന്താണെന്ന് 8:11 നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരാളുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂഴ്ത്തിവെക്കാനുള്ളതല്ല, അത് വാരി വിതറാനുള്ളതാണ്, വിതയ്ക്കാനുള്ളതാണ്. ആരുടെ കയ്യിൽ വചനം കിട്ടിയിട്ടുണ്ടെങ്കിലും ആ വചനത്തോടുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കാൻ പറ്റത്തില്ല. വചനം കയ്യിലുള്ളവർ എന്ത് ചെയ്യണം? വിതയ്ക്കണം.
അവിടെ നമുക്ക് ഉത്തരവാദിത്വമുണ്ടോ? ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കുക, വചനം വിതയ്ക്കുക എന്നുള്ള ആ ഒരു ദൗത്യത്തിൽ, ഉത്തരവാദിത്വത്തിൽ നമ്മൾ എന്തായിരിക്കുന്നു? നമുക്ക് ലഭിച്ച വചനം ഒരാളോടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? എന്തു പറയുന്നു? വചനം ലഭിച്ചവൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മറുപടിയില്ല. വിതയ്ക്കണം. വിതയ്ക്കുക എന്നുള്ളവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊരാളോട് പങ്കുവയ്ക്കുക. ഞാൻ ഗൗരവമായി ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിന് പോലും ആ വ്യക്തി ഗ്രഹിച്ച, അറിഞ്ഞ വചനം പങ്കുവയ്ക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടില്ല. മനസ്സിലായില്ല? ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നാം വായിച്ചിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? ദൈവം അത് അവിടുത്തെ ആത്മാവിൽ നമ്മിലേക്ക് പകർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാൻ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ വിതയ്ക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ആദ്യം എടുക്കേണ്ട ഉടമ്പടി അതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കർത്താവ് എനിക്ക് തന്ന വചനം, എന്നെ പഠിപ്പിച്ച വചനം, ഞാൻ വിശ്വസിക്കുന്ന ഈ വചനം ഞാൻ മറ്റൊരാളുമായിട്ട് പങ്കുവയ്ക്കും. ഞാനത് വിതയ്ക്കും. വിതയ്ക്കണ്ടേ? നമ്മുടെ വിശ്വാസ സമൂഹത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നിട്ട് ക്ലോസ് റിലേറ്റീവിനോട് പോലും യേശുവിനെ കുറിച്ചത് പങ്കുവയ്ക്കാൻ കഴിയാത്ത എത്ര ആയിരം പേര് നമുക്കുണ്ടെന്നറിയാവൂ. സഹപ്രവർത്തകർ പറയണ്ടേ അവരോട്? നമ്മുടെ കൂടെ പഠിക്കുന്നവരാകാം, നമ്മളോടൊത്ത് ജോലി ചെയ്യുന്നവരാകാം, നമ്മുടെ കുടുംബ ബന്ധങ്ങളാകാം, നമ്മുടെ അയൽക്കാരാകാം. വചനം പങ്കുവയ്ക്കണ്ടേ? അവിടെ വിശ്വാസ സമൂഹത്തിന് വളരെ തെറ്റു പറ്റിയിട്ടുണ്ട്, പിശക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ചർച്ച ചെന്നിരുന്ന് പ്രസംഗത്തെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും, അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ആ പ്രസംഗം അത്ര പോരായിരുന്നു, വിളിക്കാനും പറഞ്ഞ കാര്യം അത്ര ശരിയായില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഈ കിട്ടിയ സാധനം ഇവിടെ ഇരിക്കുക, മിണ്ടുന്നില്ലല്ലോ, അത് അടച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ കിട്ടിയ എന്ത് ചെയ്യേ? അത് നമ്മളൊരു കുഴപ്പമില്ലാതെ അകത്ത് പൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് ചർച്ച പ്രസംഗിച്ച പുള്ളിയുടെ പ്രസംഗം ശരിയായില്ല, പുള്ളിയുടെ പ്രസംഗം.
തെറ്റ് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? കുറെ അറിവിന് വേണ്ടി മാത്രമല്ല, പ്രാക്ടിക്കലാക്കുന്ന കുറെ അറിവുകളിലേക്കാണ് നമ്മുടെ ഈ ക്ലാസ്സിലെടുക്കാം. ഇന്ന് പ്രാരംഭമായി തന്നെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഈ വചനത്തിന് പറയാനുള്ളത്, ഏൽപ്പിച്ച വചനം എന്ത് ചെയ്യണം? പറ എന്ന് പറഞ്ഞേ. വിതയ്ക്കണം. ഒരാളോട് പറയണം. ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. പറയണമെന്നുള്ള ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങളുടെ ഭാഗമാണ്. ഞാൻ അതിൽ നിന്ന് ഒഴിവാകുക. അത് പറഞ്ഞു തന്നു എന്നുള്ള ദൗത്യം ഞാൻ ഇവിടെ നിർവഹിച്ചു. പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് കിടക്കുകയാണ്. അടുത്ത ദിവസം മുതൽ തുടങ്ങുമായിരിക്കും. അങ്ങനെയാണോ? ഇത് നമ്മൾ ദൈവമക്കളും കൂട്ടായ്മകളൊക്കെയാണ്. ഞാൻ അങ്ങോട്ടൊന്ന് ചോദിക്കുക. 10 വർഷത്തിലധികം വിശ്വാസത്തിൽ വന്നിട്ടായിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്കുക. ഒന്ന് അറിയാനായിട്ട്. 10 വർഷത്തിലധികം ഒന്ന് കൈ ഉയർത്തിക്കേ. ഞാൻ വന്നിട്ട് 10 വർഷത്തിലധികം. കർത്താവ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ 10-ൽ കൂടുതലാണ്. കൊള്ളാം, നല്ല കാര്യം. എത്ര പേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു? കൊണ്ടുവന്നിട്ടുള്ളവർ, ഒരാളെയെങ്കിലും കൊണ്ടുവന്നവർ, ഇപ്പൊ ഇവിടുന്ന് തപ്പുവാകുമ്പോൾ ഒരാളെയെങ്കിലും കൊണ്ടുവന്നവർ തൻ്റെ ഇടത്തോടെ ഒന്ന് കൈയുയർത്തി കാണിച്ച്. 1 2 3 4 10 വർഷമായിട്ട് നമ്മൾ ബാരൻ ഹന്നായുടെ ലെവലിലായിരുന്നു. ഹന്ന അറിയത്തില്ല? എൽക്കാനയുടെ 2 ഭാര്യമാരിൽ ഒരുവളായ ഹന്ന അറിയുന്നില്ലേ? എന്ന് പറഞ്ഞേ. അറിയാം. എന്താ ഹന്നയ്ക്ക് പറ്റിയേ? മക്കളില്ലായിരുന്നു, ജനിപ്പിക്കാൻ പറ്റിയില്ല, പ്രസവിക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഹന്നയുടെ ഗ്രൂപ്പിൽ പെട്ടവരാണ് 3 2 5 5 10 10-ൽ 6 പേരും. കുറവുകളുണ്ടോ? തെറ്റല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളൊന്നും വേണ്ട. കുറെ അറിവുകൾ പറഞ്ഞ് ഇവിടെ പോവുക. അങ്ങനെ വിടത്തില്ല. ഇത് കർത്താവിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ പ്രൊഡക്റ്റീവ് ആകണം, ക്രിയേറ്റീവ് ആകണം. നിങ്ങളിലെ നിഷ്ക്രിയത്വം ഈ തിരുവചന പഠനത്തിലൂടെ ബ്രേക്ക് ചെയ്യണം. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വചനം കിട്ടിയിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടതാണെന്നുള്ള ഉറപ്പുണ്ടല്ലോ. ഉണ്ടോ? രക്ഷിക്കപ്പെട്ടതാ ഉറപ്പുണ്ട്. രക്ഷിക്കപ്പെടാൻ എന്ത് വേണമെന്നറിയാവോ? എന്ത് ചെയ്യണമെന്നറിയാവോ? രക്ഷിക്കപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ഒരാള് രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഒരാൾ രക്ഷിക്കപ്പെടാൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടതാ. ഒരാൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുക്കും? അതിൻ്റെ ആ ചിട്ടൽ ക്രമത്തിൽ പുസ്തകത്തിലോ വാക്യ എന്ന് പറഞ്ഞേ. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായു കൊണ്ട് ഏറ്റു പറയണം. റോമർ 10:9. ഇതറിഞ്ഞെങ്കിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകവിധിയിലോട്ട് പോകുമെങ്കിൽ, നരകവിധിയിൽ രക്ഷിക്കപ്പെട്ടവന്റെ ഉത്തരവാദിത്വമല്ലേ അവൻ പോകാതെ അവനെ ബോധവൽക്കരിച്ച് തിരിച്ചു പിടിക്കേണ്ടത്? വേണം. അത് കർത്താവ് അവന് സ്വപ്നത്തിൽ കൊടുത്തോളും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ?
വില്യം ബാർക്ലി എന്ന് പറഞ്ഞ ലോകപ്രശസ്ത പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവായ യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 നാള് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായ അനന്തരം സ്വർഗത്തിലേക്ക് ചൊല്ലുക. യേശുക്രിസ്തുവിന് ഗംഭീര വരവേൽപ്പാണ് സ്വർഗത്തിൽ കൊടുത്തത്. ദൂതന്മാരും സ്വർഗവുമെല്ലാം യേശുവിനെ സ്വീകരിച്ചു. അപ്പോൾ ആ സ്വീകരണത്തിൽ അതൊരു അല്പം ഇമാജിനേഷൻ ചേർത്താണ്. പ്രധാനപ്പെട്ട ദൂതന്മാരിൽ ഒരാൾ വന്ന് ചോദിച്ചു, അങ്ങ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഏറ്റവും വലിയ കാര്യമാണ് ചെയ്തത്, ആർക്കും ചെയ്യാൻ പറ്റാത്തതാണ്. വിശ്വസിക്കുന്ന ഭാവിയെ നരകത്തിൽ നിന്ന് വിടുവിക്കാൻ പര്യാപ്തമായ കാര്യം ചെയ്തു, വളരെ വലിയ കാര്യം. അതിൽ സ്വർഗം ഒന്നടങ്കം അഭിമാനം കൊള്ളുക. പക്ഷേ ഈ കാര്യം ലോകം മുഴുവനും അറിഞ്ഞിട്ടില്ലല്ലോ. ഒരാൾ ചോദിച്ചു, ഒരു പ്രധാനപ്പെട്ട ദൂതൻ ചോദിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ മറുപടി ഇത് ഭാവനയാണേ. ഞാനവിടെ കുറച്ച് ശിഷ്യന്മാരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർ പറയും, ദൂതൻ്റെ അടുത്ത് ചോദ്യം, അവരത് പോയി പറഞ്ഞില്ലെങ്കിലോ? ദൈവമായിരുന്നവൻ മനുഷ്യനായി തീർന്ന, മനുഷ്യരുടെ ഇടയിൽ പാർത്ത് മുഴുവൻ ലോകത്തിൻ്റെയും പാവങ്ങളെ തോളിൽ ഏറ്റെടുത്ത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് രക്ഷ സാധിപ്പിച്ചെങ്കിൽ അത് അടുത്തയാൾ അറിഞ്ഞില്ലെങ്കിൽ രക്ഷയിലേക്ക് വരൂ. യേശു ചെയ്ത ഈ വലിയ പ്രവൃത്തിയെ ബ്ലോക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ് സാക്ഷിക്കാതിരിക്കുന്നത്. കേട്ടോ, ഞാൻ പറഞ്ഞതിൽ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് മനസ്സ് തുറന്നേ, ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാതെ. സാക്ഷ്യം പറയണോ? വചനം വിതയ്ക്കണോ? ഇല്ല, വേണ്ട. നിങ്ങൾ പോവാൻ പറയുന്നത് വേണ്ടെന്ന് അത് ഉപദേശം വരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശമ്പളവും കൊടുക്കുന്നുണ്ട്. ഉപദേശന്മാരെ ശരിക്കും പറഞ്ഞാൽ കൂലിവേലക്കാരേക്ക് വെച്ചിരിക്കുക, എൻ്റെ വാക്കിൽ പറഞ്ഞാൽ. സഭ ഉപദേശിയെ മോഹൊന്ന് തെളിഞ്ഞു വരുന്നേ, മോഹൊന്ന് തെളിഞ്ഞു വന്നേ, അവർ പോയി പറയട്ടെ. ഇവിടെ വന്നിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും വചനം വിതയ്ക്കാനുള്ളവരാണ്. ഇല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാൻ എൻ്റെ ഭരമേൽപ്പിച്ച വചനം നീ പറയാതിരുന്നത് കൊണ്ട് എത്ര പേര് നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിക്കുമ്പോൾ ആത്മാക്കളുടെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതെന്ന് ഈ ആദ്യത്തെ ചർച്ചയിൽ ഞാനൊന്ന് പങ്കുവയ്ക്കുക. അപ്പോൾ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ ശബ്ദം പുറപ്പെട്ടു. അപ്പോൾ വിതയ്ക്കാൻ പുറപ്പെടണോ? ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാം, വിതയ്ക്കാൻ പുറപ്പെടണം. വിതയ്ക്കാൻ പുറപ്പെടണം. ആത്മാക്കളെ നേടാൻ പോകണം, വചനം പറയാൻ പോകണം, സാക്ഷ്യം പറയാൻ പോകണം. അത് ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് ഈ വചനത്തിലൂടെ സംവദിക്കുകയാണ്. Go for witnessing, സാക്ഷ്യത്തിന് പോകാൻ. തൊട്ടയൽവക്കത്തെ വീട്ടിലുണ്ട് നെഞ്ചരിഞ്ഞു കഴിഞ്ഞവൻ, ജീവിതത്തെ കുറിച്ച് ഭാരപ്പെട്ട് കഴിയുന്നവൻ, നീ അങ്ങോട്ടിയല്ലേ? എന്നും നീ കാണുന്ന ആളുകളിൽ തന്നെയുണ്ട് രക്ഷയുടെ മാർഗത്തിന് വേണ്ടി കാത്തു
കാത്തു കൊതിക്കുന്നവർ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. വീണ്ടും ജനിച്ചു ദൈവത്തിന്റെ മക്കളായി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഒരു എന്തൊരു സന്തോഷമാണ്. എന്റെ പൊസിഷനാ അത്. ആരുടെ മക്കൾ എന്നാ പേര്? ദൈവത്തിന്റെ മക്കൾ. അത് ചെറിയ കാര്യമാണോ? അത് ദൈവത്തിന്റെ മക്കളായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണോ? ക്ലാസ് മുമ്പോട്ട് പോകട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ മക്കളായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ സ്പെഷ്യൽ പ്രിവിലേജസ് നമ്മൾ ചർച്ച ചെയ്യും. ഈ ലോകത്തിന് ഓഫർ ചെയ്യാൻ കഴിയാത്തതാണ്. ആ ഒരു പദവിയിലോട്ട് കയറിയിട്ടും നമുക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല. കഷ്ടമാണെന്നേ പറയാനായിട്ടുള്ളൂ. വിശ്വാസിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു തേജസ് വേണം, ഒരു സന്തോഷം, ഒരു ചിരി. രക്ഷിക്കപ്പെട്ടതിൻ്റെ നരകത്തിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ ക്ലാസ്സാണ്. എന്നാലും ഞാൻ ഇത്രയൊന്നും ഞാൻ പോയില്ലേ, എനിക്കും ഒരു തൃപ്തിയാകത്തില്ല. എൻ്റെ അകത്ത് ഇത് പറയാൻ ഇൻസ്പയർ ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ചിരിയൊക്കെ വേണ്ട ദൈവമക്കളുടെ മുഖത്ത്. എപ്പോൾ നോക്കിയാലും കടൽ കുത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ചോദിച്ച പോലെ വേദവസം ഉണ്ടായിരുന്നതുകൊണ്ട് ചോദിച്ചു. എന്തോ ചോദിച്ചു? നല്ല കാര്യം. അതില്ലെങ്കിലും ചോദിക്കണം. കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ അവനെ. അതില്ലേലും എന്ത് ചോദിക്കണം? ഞങ്ങൾ ഉപദേശിമാർ വെള്ളം ഉടുപ്പൊക്കെ ആയിട്ടുണ്ടോ ചോദിക്കും. ആ ഉപദേശിയല്ലേ. അപ്പൊ ഇതൊരു ഐഡന്റിറ്റിയാണ്. നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഐഡന്റിറ്റി കൂടാതെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകൾ. ആ ഐഡന്റിറ്റി ലോകം അറിയട്ടെ. ആക്കൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെയാണ് പുറപ്പെടുന്നത്. ഈ ആണ്ടിൽ എത്ര പേരെ നാം കർത്താവ് വരികയിൽ നടത്തും? നാം സാക്ഷി പറയാൻ പോവോ? വിതയ്ക്കുന്നവൻ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെടണം. രണ്ട്, എന്തു വിതയ്ക്കണം? വചനം വിതയ്ക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വചനമേ വിതയ്ക്കാം. ഇവിടെയും പെശക് പറ്റി കിടക്കുക. വചനം പോലത്തെ ഏതാണ്ടൊക്കെ വിതച്ചോണ്ടിരിക്കുക. ഇപ്പൊ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പന ഒന്ന് വായിച്ച് 2 തിമോത്തിയോസ് 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായിച്ച്. 2 തിമോത്തിയോസ് 4:1-2. ഞാൻ ദൈവത്തെ ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് അവരുടെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് പഠിപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കാം, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം, സർവ്വനിർദ്ദേശയോടും ഉപദേശത്തോടും കൂടി ശാസിക്കാം, അർജനം ചെയ്യുക, പ്രബോധിപ്പിക്കാം. ശ്രദ്ധിച്ചു എല്ലാവരും. ഹൃദയം കൊണ്ട് സജീവമാകുന്നില്ല ചിന്ത. പൗലോസ് തിമോത്തിയോസിന് ഒരു കൽപ്പന കൊടുക്കുക. വാക്യം നോക്കിക്കോണേ. പുസ്തകം എടുക്കണം. പുസ്തകം ഉള്ളതെല്ലാം പുസ്തകമുണ്ട്. പുസ്തകം എടുത്തോ? ഇല്ല. പുസ്തകം കൊണ്ടുവന്നോ? സോറി കേട്ടോ, ഞാൻ ചോദിച്ച വിഷമം തോന്നുന്നില്ല.
അറിയാനുള്ളൂ. പുസ്തകം നോക്കിയേ, ഇതാ പറയുന്നത്. പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തെയും, അടുത്തത് ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വച്ച്. ആ കൽപ്പനയുടെ ഇമ്പോർട്ടൻസ് നോക്കണേ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പറയുന്ന ഭാഗം നമുക്കുള്ള വ്യക്തമാക്കി കാണേണ്ടത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കാരണം ചോദിച്ചാൽ വിഷമം പോകുന്നു. ആ കൽപ്പന കൊടുക്ക്. ആരെയാ സാക്ഷി വെച്ചേക്കുന്നേ? ഈ കൽപ്പന കൊടുക്കുമ്പോൾ പൗലോസ് ആരെയാ സാക്ഷി വെച്ചേക്കുന്നത് നോക്കി. ഒന്ന്, നമ്പർ 1, ദൈവത്തെ, പിതാവായ ദൈവത്തെ, മഹാനും ഭയങ്കരമായ ദൈവത്തെ. 2, ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച്. അടുത്തത്, അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. അടുത്തത്, വചനം പ്രസംഗിക്കാം. ഈ കൽപ്പനയ്ക്ക് പ്രാധാന്യം വല്ലതും ഉണ്ടോ? ആരെയൊക്കെ സാക്ഷി വെച്ചത്? പിതാവായ ദൈവത്തെ, യേശു ക്രിസ്തുവിനെ, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെ 2 പേര് സാക്ഷി വെച്ച് തീമോഥെയോസിനോട് പറയാം. വചനം പ്രസംഗിക്കാം. ഞാൻ ഒന്നുകൂടെ വ്യാഖ്യാനിക്കാം. വചനമേ പ്രസംഗിക്കാവൂ. പിന്നെ വചനമുണ്ടെങ്കിൽ അത് പ്രസംഗിച്ചിരിക്കണം. വചനം പ്രസംഗിക്കുക. പിന്നെ വചന ശുശ്രൂഷയ്ക്ക് സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം. ഫയർ എഞ്ചിൻ പോലെയാണ്. അല്ലേ ഫയർ എഞ്ചിൻ? തീ പിടിച്ചെന്ന് അറിയുമ്പോഴല്ല അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പോകുന്നത്, ആണോ? 10 കലക്കൻ്റെ എടുത്തിട്ട് തീ പിടിച്ചു. ഉടനെ കമാൻഡന്റ് പറഞ്ഞു, എന്നാ പോയി ടാങ്ക് ഫില്ല് ചെയ്യേ. അങ്ങനെയാണോ? അല്ല, എപ്പോഴും ടാങ്ക് ഫിൽഡ്. എപ്പോ കോൾ വരുന്നു അന്നേരം സ്റ്റാർട്ട് ചെയ്യുന്നു, പറക്കുന്നു. എത്തേണ്ടടുത്ത് എത്താൻ ഫയർ എഞ്ചിൻ. ഇതിന് തുല്യമോ അതിനേക്കാൾ അപ്പുറമോ ആണ് ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷ. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കാം. വചന ശുശ്രൂഷ ഇമ്പോർട്ടൻ്റ് ആണോ? പ്രാധാന്യമുള്ളതാണോ? സാക്ഷി വെച്ച് സത്യം ചെയ്ത് പറയാം. വചനം പ്രസംഗിക്കാൻ. ഇങ്ങനെ പറയാനുള്ള കാരണമുണ്ട്. താട്ട് വശം എൻ്റെ 3-ാം വാക്യം എന്ന് വെച്ചപ്പോൾ, അവർ പഥ്യോപദേശം ഓർക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്ക് ഒത്തുവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്ത കാലം വരും. അങ്ങനെയാണോ? വരും. ഞാൻ ചേർത്ത് പറയുന്നു, വന്നിരിക്കുന്നു. ഇത് 2000 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്നു. അങ്ങോട്ട് ഇറങ്ങിയാൽ ഉപദേഷ്ടാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക, അല്ലേ? പക്ഷെ പറഞ്ഞു വിടുന്നത് വന്നിരിക്കുന്ന ഓഡിയൻസിന് വന്ന യോത്ര വന്ന ദൈവം വന്ന ആളുകളെ ചിരിക്കണം. ഓഡിയൻസിനെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് വർത്തമാനകാലത്തെ
പ്രഭാഷകരുടെ അജണ്ട അങ്ങനെ പറയുക. ശരിക്കും പ്രസംഗം കേട്ട ദൈവങ്ങൾ മുഴുവൻ ചിരിയ, ഓർത്തോർത്ത് ചിരിക്കുക, ബോധ വഴിക്കും ചിരിക്കുക. വേറൊരാളുടെ ചിരിക്കുന്നുണ്ട് കൺവെൻഷൻ പന്തലിന്റെ വെളിയിൽ നിന്ന്, അത് ചെകുത്താനാണ്. ഈ ഉപദേശയുടെ പ്രസംഗം കേട്ട് പുള്ളി ചിരിക്കുക. കാരണം എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തം പോലും പുറത്തു പോയില്ല. ഇങ്ങനെയുള്ള പ്രസംഗം കേട്ടിട്ട് ഒരാൾ പോലും എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. പിന്നെ സാത്താന് സന്തോഷം വരാതിരിക്കുമോ? അവനവിടെ തുള്ളിച്ചാടുക. അപ്പൊ വന്ന ജനത്തിന് സന്തോഷം, ചെകുത്താനും സന്തോഷം, പ്രസംഗിച്ച് ഉപദേശിക്കുന്ന സന്തോഷം, പ്രസംഗിക്കാൻ വിളിച്ചു വരുത്തിയ സഭയ്ക്കും സന്തോഷം. ഗംഭീരമായിരുന്നു. എന്നിട്ടോ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല. ഒറ്റ ഒരുത്തൻ പോലും വീണ്ടും ജനിച്ചില്ല. പരിപാടിയൊക്കെ ഗംഭീരമാണ്. അലങ്കൃതമായ സ്റ്റേജ്, അടിച്ചുപൊളി സൗണ്ട് സിസ്റ്റം, പ്രഗത്ഭമായ സംഗീത ശുശ്രൂഷ ഒക്കെ കൊള്ളാം. പക്ഷെ എന്തോ നടന്നില്ല. എന്ന് പറഞ്ഞ എൻ്റെ കൂടെ കുടിക്കേ വീണ്ടും ജനനം. അല്ല, ഈ വചനം പ്രസംഗിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? വചന ശുശ്രൂഷ എന്തിനു വേണ്ടിയായിരുന്നു? കൺവെൻഷനെ കുറിച്ചുള്ള ഫൈനൽ അസസ്മെന്റ് എല്ലാവരും കൂടി കമ്മിറ്റിയും സഭയെല്ലാം കൂടെ കൂടി പറഞ്ഞു, ഗംഭീര വിജയം. ഒരു രൂപ പോലും കടം വന്നില്ല. 10,000 ബാക്കി വന്നു പൈസയെ. വിജയം, പിന്നെ ഭയങ്കര വിജയമാണ്. ദൈവത്തിന്റെ വചനമല്ലേ വിളിച്ചു പറഞ്ഞത്? ആ വചനമാണെങ്കിൽ വീണ്ടും ജനിപ്പിക്കണ്ടേ? ഈ ഞാൻ ദിവസ പഠനത്തിനും ധ്യാനത്തിനും എഴുത്തിനും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഗൗരവമായ ചിന്ത ഉയർന്നു. കർത്താവ്, എന്തുകൊണ്ടായിരിക്കും പാപികൾ കൺവെൻഷനുകളിൽ മാനസാന്തരപ്പെടാത്തതിൻ്റെ കാരണം, ജനമാനസാന്തരപ്പെടാത്തതിൻ്റെ കാരണം എന്തായിരിക്കും? ഞാനൊരു 3-4 കാരണങ്ങളാണ് അതിനെ കണ്ടെത്തിയത്. ഒന്ന്, ചിലപ്പോൾ ഈ കൺവെൻഷനിൽ ഒരു പാവി പോലും വന്ന് കാണത്തില്ല. ഒറ്റ പാവി പോലും അവിടെ വരത്തില്ല, കാണത്തില്ല. അപ്പൊ പിന്നെ പാവി മനസ്സിലാക്കാൻ പറ്റത്തില്ല, കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഇനി അഥവാ പാവി വന്നാലും ദൈവം തമ്പുരാൻ മാനസാന്തരത്തിനൊരു ഇടവേള വെച്ച് കുറച്ചു കാലത്തേക്ക് ആരും മാനസാന്തരപ്പെടണ്ട എന്ന ദൈവം ഒരു കാലഘട്ടം നിശ്ചയിച്ചിരിക്കുക. കുറച്ചു കാലത്തേക്ക് എന്ത് ചെയ്യണം? ആരും അങ്ങനെ ദൈവം നിശ്ചയിച്ചാലും എന്ത് നടക്കത്തില്ല? മാനസാന്തരം നടക്കത്തില്ല. മറ്റൊന്ന്, ഈ വീണ്ടും ജനിപ്പിക്കാനുള്ള ദൈവവചനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് ക്ഷയം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. 1000 വർഷം പഴക്കമുള്ള വചനമല്ലേ? ഇത്രയും കാലമായപ്പോൾ വചനത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ത് ചെയ്തു പോയി? പറ, കൂടെ ക്ഷയിച്ചു പോയി. അപ്പൊ പിന്നെ ഇത് പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. അവന് ഉപദേശ കുറ്റം പറയണ്ട. കാരണം പ്രസംഗിക്കുന്ന വചനത്തിന്റെ
ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയി. സുപ്രധാനമായ കാരണങ്ങൾ ഇതാ. ഇത് മൂന്നും അല്ലെങ്കിൽ അടുത്ത കാരണം ഒത്തിരി ഗൗരവമാണ്. ഈ പ്രസംഗിക്കുന്ന ആൾക്ക് ഷണ്ഡത്വം ഉണ്ടായി കാണും. സ്പിരിച്വൽ യൂനക്കോയിഡിസം, ആത്മിക ഷണ്ഡൻ. വചനം പറഞ്ഞ ആത്മാക്കളെ ക്ഷണിപ്പിക്കാൻ കഴിയാത്ത ആളായിരിക്കാം ഇതും കൊണ്ട് സ്റ്റേജിൽ കയറി നിൽക്കുന്നത്. അപ്പൊ ഒന്നും നടക്കത്തില്ല. ഇതിൽ ഏതാണെന്ന് ജനം കണ്ടെത്തിയാൽ മതി. മൂർച്ച ഉറയ്ക്കാൻ പറ്റത്തില്ല. വചനം പ്രസംഗിക്കാൻ ഏത് യോഗത്തിലാണ് ജനം വചനം കേട്ട് കരയുന്നത്? ഈ അടുത്ത കാലത്ത് ഏത് യോഗത്തിൽ കണ്ടോ? നമ്മളെടുത്ത് നോക്കുന്ന എല്ലാ യോഗങ്ങളുടെയും ഇത് കാണുന്നതിനകത്ത് ജനത്തിൽ ഭയങ്കര സന്തോഷം തീരുക. കരച്ചിൽ അവിടെ കാണുന്നില്ല. എവിടെയെങ്കിലും കരച്ചിൽ നടക്കുന്നുണ്ടൊക്കെ വിചാരിച്ചോണം ആ ദൈവദാസനിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇടപെട്ടുന്ന, അവിടെ വചനം ഇടപെട്ടുന്ന. വചനം പ്രസംഗിക്കുന്നത് വന്നിരിക്കുന്ന സദസ്സിനെ ചിരിപ്പിക്കാനല്ല, പാപബോധം, കുറ്റബോധം വരത്തക്ക നിലയിൽ ജനത്തെ കരയിക്കാൻ കഴിയണം. അവിടെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊടുക്കുക. കൊണ്ട് വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. എന്ത് വിതയ്ക്കണം? വചനം. സഭാപ്രസംഗി പറയുന്നുണ്ട്, പതിനൊന്നിന്റെ ഒന്നിലിങ്ങനെ പറഞ്ഞു, നിന്റെ അപ്പത്തെ ഏറിയ വെള്ളത്തിന്മേൽ എറിയുക. കേട്ടോ, ഏറിയ വെള്ളത്തിന്മേൽ അപ്പം എറിയ. സഭാപ്രസംഗി 11:1. ചെറുക്കിയത് കിട്ടും. 4-ാം വാക്യം കൂടെ. കാറ്റ്, പ്രതിസന്ധികളെ നോക്കിക്കൊണ്ടിരുന്നാൽ വ്യത നടക്കുകയല്ല. കാറ്റ്, വിത്തൊക്കെ ഉണ്ട്, പക്ഷേ കാറ്റ്, കിഴക്കുന്ന പടിഞ്ഞാട് കാറ്റും അല്ലെ തെക്കുന്നോട് കാറ്റടിക്കുന്നതുകൊണ്ട് വിൽക്കാൻ പറ്റത്തില്ല. കാറ്റ് നോക്കുന്നത് ചെയ്യത്തില്ല. പ്രതിസന്ധികൾ നോക്കിയാൽ വചനത്തിന്റെ വിത നടക്കത്തില്ല. 6 രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തിൽ നിന്റെ കൈ ഇളച്ചിരിക്കരുത്. മതി മതി മതി. വചനം വിതയ്ക്കുക. വചനമേ വിതയ്ക്കാവൂ. വചനം വിതയ്ക്കണം. ഞാൻ ഇങ്ങനെ ഈ ചകഞ്ഞ് പോകുന്നതേ, ഇന്ന് കർത്താവിൻ്റെ എസ്സൻസിൽ വന്നിരിക്കുന്ന ദൈവനത്തെ എനിക്ക് കർത്താവിൻ്റെ ആത്മാവിൽ ക്രിയേറ്റീവ് ആക്കണം എന്നുള്ള വലിയ ഇൻസ്പിറേഷൻ ഉണ്ട്. ദൈവത്തിന് വേണ്ടി ചലിക്കാത്ത ഒരൊറ്റ ദൈവത്തിന് പൈതലുണ്ടാകരുത്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുക. മർക്കോസും പറയുന്നു 4:14 വിതയ്ക്കുന്നവർ വചനം വിതയ്ക്കുന്നു. കേട്ടോ, 3 സുവിശേഷങ്ങളിൽ ഒന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഒന്ന് താരതമ്യം നിന്ന് പഠിക്കാനിരിക്കണം. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. ഇനി വിതച്ച വിത്തുകളെ കുറിച്ച് പറയാം. 4 ഇടങ്ങളിലാണ് വിത്ത് വീണത്. 4 ഇടങ്ങളിൽ. ഒന്ന്, വഴിയരികെ വീണു. വിതച്ച വിത്ത് വിതയ്ക്കാൻ പോയ ആള് വിത്ത് പറിച്ചപ്പോൾ വഴിയരികെ വീണു. മത്തായി 13:4, മർക്കോസ് 4:4, ലൂക്കോസ് 8:4. അവിടെയെല്ലാം പറഞ്ഞു വഴിയരികെ വീണു. 2, ചിലത് പാറസ്ഥലത്ത് വീണു. മത്തായി 13:5, മർക്കോസ് 4:5, ലൂക്കോസ് 8:6.
കമ്പയർ ചെയ്യണം കേട്ടോ. അത് വായിച്ചത് എടുത്തു വെച്ച് തമ്മിൽ എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കണം. ഈ അക്ഷാർത്ഥാശ്വരനെ നല്ലൊരു വായിച്ച് പഠിച്ചിട്ട് വേണം. മൂന്നാമത് മുള്ളിനിടയിൽ വീണു. പതിമൂന്നിന്റെ 7 മത്തായി, മർക്കോസ് 4:7, ലൂക്കോസ് 8:7. 4 നല്ല നിലത്ത് വീണു. 13:23, മർക്കോസ് 4:20, ലൂക്കോസ് 8:15. അവിടെ നോക്കുമ്പോൾ വിത്ത് വിതച്ചു, വാരി വിതയ്ക്ക. കുറെ എണ്ണം വഴിയരികെ വീണു. ചിലത് പാറസ്ഥലത്ത് വീണു, മറ്റു ചിലത് മുള്ളിനിടയിൽ. നാം കേട്ടിട്ടുള്ളത്. അപ്പൊ നല്ല നിലത്ത്. വിതച്ചത് ഒരേ മേനി വിത്ത, 100% പ്രൊഡക്റ്റീവായിട്ട് പണം. ജീവന്റെ വചനമാ വെച്ച് ശക്തിയുള്ള വചനമാണ്. 100 മേനി ഫലം കൊടുക്കാൻ കഴിയുന്ന വിത്ത വിതച്ചത്. പക്ഷേ വീണത് 4 ഇടങ്ങളിൽ. ഇത് 4 തരത്തിലുള്ള ഹൃദയമാണെന്ന് കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചു പറഞ്ഞിട്ടുണ്ട്. 4 തരത്തിലുള്ള. ഒന്നാമത്തത് വഴിയരിക. ഹൃദയത്തെക്കുറിച്ചാണെങ്കിൽ അത് വഴിയാണെന്ന് തന്നെ പറയാം, അല്ലേ? ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ഹൃദയം വഴിയാണ്. ആ വഴിയിൽ വീണ വിത്തിന് എന്ത് പറ്റിയെന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച്. അത് പോയി. മത്തായി 13:19 വായിച്ചേ. മർക്കോസ് 4:15. മാറ്റി മാറി മാറി വായിച്ചോട്ടോ, പെട്ടെന്ന് സമയം പോലിക്കാൻ. 4:15. വചനം ലഭിച്ചിട്ട് വഴിയിലേക്ക് വീണത് കേട്ടിയ ഉടനെ ഓക്കെ. ഇപ്പൊ ഇവിടെ പറയുന്നു, ആദ്യം പറഞ്ഞു പറവകളെന്നല്ലേ. ഇപ്പൊ ഇവിടെ പറഞ്ഞു ആര് വന്നെടുത്തോണ്ട് പോയി? സാത്താൻ. ലൂക്കോസ് 8:12. വഴിയേറ്റിയുള്ളവർ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ അപ്പോ കർത്താവ് ആ ഹൃദയത്തെ ആദ്യം പറയുന്ന വഴിയരിക, വഴിയാണെന്ന് പറയാം. അതാ നല്ലത്. വഴിയാ. ഒന്നാമത്തെ ഹൃദയം എന്താണ്? വഴി. വഴി എന്തിനുള്ളതാ? നടക്കാനുള്ളതാണ്. അപ്പൊ ഈ വഴിയിൽ നടപ്പുകാരനാണെന്ന് ഇപ്പൊ ആരാണെന്ന് കണ്ടോ? ഇപ്പൊ നമ്മൾ വായിച്ച ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആ ഇടം വഴിയാണെന്ന് കർത്താവ് പറഞ്ഞു. ആ വഴി അവിടെ നടക്കുന്ന ആരാ? സംശയമില്ലല്ലോ. അപ്പൊ ചില ഹൃദയം സാത്താന്റെ വഴിയാ, അവന് സഞ്ചരിക്കാനുള്ള വഴിയാ. ചില ഹൃദയങ്ങളിലൂടെ സാത്താൻ ചിലപ്പാറ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദൈവമക്കള്, സുവിശേഷത്തിന്റെ ഭാരമുള്ളവർ, ആത്മാവുള്ളവർ, അത് കുറെ കൂടെ മുഖവിലേക്ക് എടുക്കണം. ചില ഹൃദയങ്ങളിൽ അവൻ അവകാശം പറഞ്ഞു വെച്ചിരിക്കുക. വഴി എന്നല്ല, ഞാൻ ചിലപ്പോൾ പറയും സാത്താന്റെ ഹൈവേ ആണ് ചില ഹൃദയങ്ങൾ.
അവൻ്റെ ഹെവി ട്രക്സ് ഓടുന്ന വഴി, അവൻ്റെ വെപ്പൺസ് കൊണ്ട് നടക്കുന്ന വഴി, പിശാചി യഥേഷ്ടം ഉപയോഗിക്കുന്ന അവൻ്റെ മുഴുവൻ ടാർഗറ്റും ലോകത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഹൃദയങ്ങളാണ് ഒന്നാമത്തെ വർഗത്തിൽപ്പെട്ടത്. സാത്താന്റെ വഴിയാണ്. മനസ്സിലാണല്ലോ? ദൈവത്തിൽ എന്തോ ചെയ്യണം അത് വായിച്ചു വെച്ച്. What is our responsibility? വഴിയടയ്ക്കണം. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ പറഞ്ഞു വിടാനായിട്ടല്ല. എനിക്കിതിനകത്തുനിന്ന് ആത്മാവിൽ എൻ്റെ ശ്രോതാക്കളോട്, വചനധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് അടങ്ങാത്ത ആവശ്യത്തോടെ പങ്കുവയ്ക്കാറുണ്ട്. ഇതിനകത്ത് ചില ഹൃദയങ്ങളുടെ സാത്താൻ പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അവൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ. വർത്തമാനകാലത്തിലെ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ പറയുന്ന സാത്താൻ്റെ ഹൈവേസ് ആയിട്ടുള്ള വ്യക്തികളെ ഒറ്റ കോടതി കാണാം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? പിശാചിന് ചെയ്യാനുള്ളത് മാത്രം ചെയ്യിച്ചുകൊണ്ട് അവർ പിശാചിന്റെ കസ്റ്റഡിയിലാണ്. എന്തോ ചെയ്യാനുണ്ട് ദൈവത്തിൻ്റെ പൈതലിന്? ദൈവത്തെ അറിയുന്നവന്, ദൈവശക്തി അറിയുന്നവന്, ദൈവവചനം എന്താണെന്ന് അറിയുന്നവന്, പരിശുദ്ധാത്മാവുള്ളവന് ഈ പിശാചിന്റെ ഹൈവേ പോലെയുള്ള ഹൃദയങ്ങൾ, പിശാചിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഹൃദയങ്ങൾ, അവരുടെ പ്രതികരണം എന്തായിരിക്കണം? എൻ്റെ കൂടെയാണോ? അതിനെത്തന്നെ ചിന്തയിലാണോ? പിശാചിന്റെ ആ ഹൈവേ തകർക്കാൻ Do you have anything with you? നിന്റെ കയ്യിൽ എന്തെങ്കിലുണ്ടോ? അല്ലെ, അവൻ പോയവൻ നശിക്കട്ടെ അല്ലേ? വിടരുത്. നിന്റെ ഈ വെപ്പണം തുറന്ന്, നിന്റെ ഈ വെപ്പണമുണ്ട്. ഞാൻ തൽക്കാലം എപ്പോഴാത്മ നിർത്തുക. കീഴടക്കണം, പിടിച്ചടക്കണം. പിശാചിന്റെ കയ്യിൽ അവൻ അവകാശം പറഞ്ഞു വെച്ചിരിക്കുന്ന, അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ യഥേഷ്ട സഞ്ചരിക്കാനുള്ള വഴിയായി വെച്ചിരിക്കുന്ന ആ വ്യക്തികളെ, അവരുടെ ഹൃദയത്തെ ദൈവത്തിന് വേണ്ടി പിടിച്ചടക്കാൻ നമുക്കറിയാം. അവിടെ നിസ്സാരമായിട്ട് സംഭവിച്ചാലൊന്നും വരത്തില്ല. Something great must be happen.
കണ്ണ് തുറക്കുന്നുണ്ടോ അകത്ത മനുഷ്യന്റെ കണ്ണ്? നമ്മുടെ കണ്ണ് തുറക്കുന്നുണ്ടോ? നമുക്ക് ഐഡിയ ആയിട്ടിരിക്കാൻ പറ്റുമോ ദൈവങ്ങളെ? ഭാരമില്ലാതിരിക്കാൻ പറ്റുമോ? ദൈവരാജ്യത്തിന്റെ പ്രജയാണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ യു ഹാവ് ടു ഡു സംതിങ് എന്നല്ല, അക്ഷരാർത്ഥത്തിൽ ഞാൻ ആത്മീയ വശമാക്ഷം കൊണ്ടിരിക്കുന്നത് സ്ഫോടനാത്മകമായ എക്സ്പ്ലോസീവായിട്ടുള്ള ചിലത് you have to do in the spiritual realm. ആത്മീയ മണ്ഡലത്തിൽ സ്ഫോടനാത്മകമായ ചിലത് ചെയ്യണം. ആമേൻ. നിങ്ങൾ ലൈവായിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ലിമിറ്റ് ചെയ്യണം. സ്തോത്രം. എന്താണെന്നറിയാവോ സുവിശേഷ വേലക്കാരന്റെ ഉത്തരവാദിത്വം? പരിശുദ്ധാത്മാവുള്ളവന്റെ, ദൈവം നെഞ്ചിനകത്തുള്ളവന്റെ, ദൈവം എന്റേതാണെന്ന് പറയുന്നവന്റെ, ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് പറയുന്നവന്റെ. എൻ്റെ ദൗത്യം എന്താണെന്നറിയാവോ? ഉണങ്ങിയ പ്രസംഗമല്ല, ഉണങ്ങിയ സാക്ഷ്യവുമല്ല, ഒരു ഡ്രൈ ആയിട്ടുള്ള ക്രിസ്ത്യ ജീവിതമല്ല. അതെ, പിശാചിന് വെല്ലുവിളിയായിരിക്കണം. പിശാചിന് വെല്ലുവിളി. ലേണാർഡ് റാവൻഹിൽ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ. ലേണാർഡ് റാവൻഹിൽ വൈ റിവൈവൽ ടാരീസ്, എന്തുകൊണ്ട് ഉണർവ് താമസിക്കുന്നു എന്ന അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പൗലൂസിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇന്നത്തെ ദൈവദാസന്മാരെല്ലാം സുപ്രസിദ്ധരാ, ലോകപ്രശസ്തരാ. കുറച്ചുകൂടെ പറഞ്ഞ നമ്മുടെ പെന്തക്കോസ്ത് ഭാഷ വളരെ കൃപാവര പ്രാപ്തന്മാരാ. ബട്ട് സെയിന്റ് പോൾ അവൻ പാതാള ലോക പ്രശസ്തനായിരുന്നു. കൂടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അണ്ടർവേൾഡിൽ, പൈശാചിക മണ്ഡലത്തിൽ പ്രശസ്തൻ. സ്കേവ എന്ന് പറഞ്ഞ ഒരു പുരോഹിതന്റെ 7 മക്കൾ കൂടി പിശാചിനെ പുറത്താക്കാൻ ശ്രമിച്ചു. അവര് നമ്മുടെ ഭാഷ പറഞ്ഞാൽ മഹാപുരോഹിതന്റെ മക്കളാ, തിരുമേനിയുടെ അച്ഛൻ്റെ മക്കളാ. അപ്പോൾ അവർക്കാണ്ട് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടെന്നൊരു തോന്നല്. പിശാചിനെ ശാസിക്കാനടിയുന്നു. ഉടനെ പിശാച് തിരിച്ചു ചോദിച്ചു, യേശുക്രിസ്തുവിനെ ഞങ്ങൾക്കറിയാം, പൗലൂസിന് പരിചയമുണ്ട്, നീ ആരാ? ചോദിച്ചാരാ? പിശാച് ചോദിക്കുക, പൗലൂസിനെ ഞങ്ങൾക്ക്. എന്താ ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം? സ്തോത്രം. നമ്മളവിടെ മറ്റൊന്ന് വരെ ഞാൻ പോകും, അത് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളുടെ ജീവിതം
ദൈവത്തിന് മഹത്വം സാത്താൻ ആഘാതമായിട്ട് മാറുന്നില്ലെങ്കിൽ we are nothing. നമ്മളൊന്നുമല്ല. ദൈവത്തിന് മഹത്വവും ഇല്ല, നമ്മളെ കൊണ്ട് സാത്താൻ യാതൊരു ശല്യവും ഇല്ല. നമ്മൾ പറയും വലിയ പോരാട്ടങ്ങളൊന്നും ഇല്ലാതെ കർത്താവിൻ്റെ കൃപയാൽ ഈ കഴിഞ്ഞ 10 വർഷം അല്ലെ 20 വർഷം നല്ല നിലവാരം കിട്ടി, പലരും പോരാട്ടങ്ങളാണ് അതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പോരാട്ടങ്ങളില്ല, വെല്ലുവിളികളില്ല, പ്രതിസന്ധികളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ്ലെസ് ആയിരുന്നു എൻ്റെ അർത്ഥം. ഒരാൾ വീണില്ല, ഒരാൾ പറയും ഞാൻ ഇതുവരെ എന്ത് ചെയ്യില്ല, കാല് തട്ടുവോ മറിഞ്ഞു വീഴുവോ ഒന്നും ചെയ്തില്ല. അതിൻ്റെ കാരണം പുള്ളി നടന്നില്ല. അതാ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക, പുള്ളി വീഴുവോ? മുഖം കൂടെ തെളിയുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ 1-ാം കുറ്റി തന്നെ നടന്നില്ല. അതുകൊണ്ട് കാല് തട്ടുവോ വെല്ലുവിളികളോ പ്രശ്നങ്ങളോ ഒന്നും പോരാട്ടം ഉണ്ടായില്ല. സാത്താനോട് നേരെ നോക്ക് പോലും ചെയ്തിട്ടില്ല. സാത്താൻ വരുമ്പോൾ നമ്മൾ വാതിലടച്ചല്ലേ. നമുക്കേ സാത്താന്റെ മണ്ഡലത്തിന് യേശു ക്രിസ്തുവിനോട് ഒരു ആഘാതം വരുത്തി അവൻ്റെ കോട്ടയ്ക്ക് നേരെ തന്നിരിക്കുന്ന ആയുധമൊക്കെ പ്രയോഗിച്ചിട്ട് ചില കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണം. കുറെ പേരെ ഒരു വലിയ വിഭാഗത്തെ സാത്താൻ്റെ കസ്റ്റഡിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. പ്രഗത്ഭന്മാര് മുഴുവൻ അവിടെ ഉണ്ട്. പ്രഗത്ഭന്മാര് മുഴുവൻ അവിടെ ഉണ്ട്. ലോകത്തിലെ പ്രശസ്തന്മാരും പ്രഗത്ഭന്മാരും വമ്പന്മാരും മുഴുവൻ ഇവിടെ ഉണ്ട്. അവരുടെ വീട്ടിലുണ്ട് അല്ലേ? എന്നാണോ നമ്മുടെ കോണ്ടാക്ട് മനസ്സിലാവുന്നുണ്ടോ ഞാനീ പറഞ്ഞു വരുന്നത്? ഇത് ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന ഒരു പരിമിതിയാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലേ കുറെ വഴി അടയ്ക്കാൻ, ചില ഹൃദയങ്ങളിലെ സാത്താൻ്റെ വഴി അടയ്ക്കാൻ. സാത്താൻ്റെ ട്രക്കുകൾ പാഞ്ഞിങ്ങോട്ട് വരുമ്പോൾ സാത്താൻ്റെ ട്രക്കുകൾ പൊട്ടിച്ചതറിക്കാം. അർത്ഥം മനസ്സിലാകുന്നില്ലായിരിക്കും. നമ്മുടെ ഈ ചർച്ച മുഴുവൻ ആത്മീകമാണ്, അക്ഷരികമല്ല. യേശു പറഞ്ഞു വഴിയരികെ വീണു, അത് പറവോട് കുത്തിക്കൊണ്ടുപോയി. ഒരു നടക്കുന്ന പുള്ളിയുണ്ട് അതിലെ, അവൻ ചവിട്ടി അരച്ചു കളഞ്ഞു. പറവള് കുത്തിപ്പോയതും ചവിട്ടി അരച്ചതുമെല്ലാം ഒരാൾ തന്നെ. ആരാ? പറ. പിശാച്. ബാക്കി 3 ഭാഗങ്ങളുടെ കൊണ്ട് നിർത്തി പയ്യെ ഞാനത് തീർക്കാം. അടുത്ത ആഴ്ചയിൽ കുറച്ച് കാര്യം ഗൗരവമായി നമുക്ക് 4 തരത്തിലുള്ള ഹൃദയങ്ങളാണ്. 1 വഴിയാണ്, ഇവിടെ സാത്താൻ. 2 പാറസ്ഥലമാണ്, 3 മുള്ളിനിടയാണ്, 4 നല്ല നിലം. നല്ല നിലം എവിടെയാ? അത് ഉണ്ടാക്കിയെടുക്കുക. നമുക്കതിലേക്കൊക്കെ വരാം ചർച്ച ചെയ്ത്. ഇന്ന് കർത്താവ് നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിച്ചു. വചനം വിതയ്ക്കണം. പിന്നെ അതിനോട് ചേർത്ത് വചനമേ വിതയ്ക്കാം. വചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ
അറച്ചു വെക്കരുത്, വിതച്ചിരിക്കണം. സാക്ഷ്യം പറയാൻ പോണോ ആഴ്ച കേട്ടോ? ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ട്രാക്റ്റ് കൊടുത്തു, ശരിയാ കർത്താവിലേക്ക് നടത്തി എന്നൊക്കെ പറഞ്ഞ് അടുത്ത ആഴ്ച തമ്മിലൊക്കെ വരാതിരിക്കല്ലേ കേട്ടോ. പരമാവധി ആളുകളെ കൂട്ടിക്കൊണ്ടുപോവാ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഈ ആഴ്ചയിൽ ഈ വചനത്തിൻ്റെ ശുശ്രൂഷ സാക്ഷ്യം നിലനിർത്തി നമുക്ക് മുൻപോട്ട് പോകാൻ താരക സാക്ഷ്യപ്പെടുത്തി മുമ്പോട്ട് പോകാൻ ഇടയാക്കട്ടെ. ദൈവം അവസരത്തിൻ്റെ സ്തോത്രം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കും.